അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാം അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു ഫലം പറിച്ചെത്തുന്നു, ഭർത്താവിനും കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഒരുവനിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ആ വ്യക്തിയിൽ കടക്കുകയില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരുവനിലുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ജ്ഞാനം ആ വ്യക്തിയിൽ കടക്കുകയില്ല. അഥവാ ദൈവിക ജ്ഞാനമുള്ള ഒരു വ്യക്തിയിൽ ലോകജ്ഞാനം കടക്കണമെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി പാപം ചെയ്യണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ലോകജ്ഞാനം ദൈവത്താൽ ഭോഷത്വമാക്കപ്പെട്ടതാണ്. ആ ജ്ഞാനത്തിന് ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും താല്പര്യമോ കഴിവോ ഇല്ലാത്തതിനാൽ ലോകപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുകയും സ്വന്തം ശരീരത്തെ പരിപോഷിപ്പിച്ച് ജീവിക്കുകയും മ്ലേച്ഛമായതിൽ മാനം തോന്നി ജീവിക്കുകയും ചെയ്യുവാൻ മനുഷ്യവർഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജ്ഞാനത്താൽ ആദാമിനോട് പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ ഹവ്വയോട് പറഞ്ഞത് ദൈവം പറഞ്ഞതിന് നേരെ എതിരായിരുന്നു. നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ കാര്യങ്ങൾ എല്ലാം ദൈവം അറിയുന്നത് കൊണ്ടാണ് ആ പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചത്. സർപ്പത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹവ്വയ്ക്ക് ദൈവത്തെക്കാൾ സർപ്പത്തെ വിശ്വാസമായി. ഹവ്വ പഴം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇരുവരും തിന്നു കഴിഞ്ഞ ഉടനെ അവരുടെ കണ്ണ് തുറന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുരുടൻ്റെ കണ്ണ് തുറന്നാൽ ആദ്യം അവൻ കാണുന്നത് തന്നെ സൗഖ്യമാക്കിയവനെ ആയിരിക്കും. എന്നാൽ ഇരുവരുടെയും കണ്ണ് തുറന്നപ്പോൾ ഇവർ നഗ്നരാണെന്ന് അറിഞ്ഞു. സത്യത്തിൽ പഴം തിന്നപ്പോൾ അവർ കണ്ണ് കുരുടാവുകയും ദൈവ തേജസ് അവർക്ക് നഷ്ടമാവുകയുമാണ് ചെയ്തത്. ഭൂമിയിലുള്ള കാര്യങ്ങൾ കാണുവാനുള്ള അവരുടെ കണ്ണ് തുറന്നു, ദൈവിക കാര്യങ്ങൾ കാണുവാനുള്ള അവരുടെ കണ്ണ് സാത്താൻ കുരുടാക്കി കളഞ്ഞു. എന്ത് തന്നെയായാലും സർപ്പം പറഞ്ഞതുപോലെ അവർ ദൈവത്തെ പോലെ ആയില്ല. പിന്നെയോ ദൈവ തേജസ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ നഷ്ടപ്പെടുത്തിയ തേജസ് വീണ്ടും പ്രാപിക്കുവാനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കി അവനെ വിശ്വസിക്കുകയും പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്താൽ ഈ ലോകത്തിൻ്റെ ദൈവം അടച്ചു കളഞ്ഞ മനുഷ്യൻ്റെ കണ്ണ് വീണ്ടും തുറക്കുകയും ലോകകാര്യങ്ങൾക്കായി സമയം കളയുന്ന ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം കാണുന്ന കണ്ണ് അടയുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവിക ജ്ഞാനം നമ്മിൽ നിറയുകയും സ്വർഗീയ സന്തോഷം നാം അനുഭവിക്കുകയും ചെയ്യും. ഏദൻ തോട്ടത്തിൽ ദൈവത്തെ അനുസരിക്കാതിരുന്ന ആദാം ഹവ്വമാർക്ക് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ മനസ്സിലായി. പഴം പറിച്ചു തിന്നപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ജ്ഞാനം നഷ്ടമായി പോയി എന്നതാണത്. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർ ഉണ്ടാക്കിയ വസ്ത്രം കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും അവർക്ക് മനസ്സിലായി. ദൈവം അവർക്ക് വേണ്ടി ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. താൽക്കാലികമായി ഉപയോഗിക്കുവാനുള്ള വസ്ത്രമായിരുന്നു അത്. ശാശ്വതമായ വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്. ഇത് മനുഷ്യർ വിശ്വസിക്കാതിരിക്കുവാൻ സാത്താൻ വീണ്ടും പദ്ധതികൾ പലതും ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കുവാനാണ് ഇനി നാം സമയം കണ്ടെത്തുന്നത്. ലോകജ്ഞാനം കൊണ്ട് മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ സാത്താന് ഇടപെടുവാൻ കഴിയും. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ദൈവം പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ മനുഷ്യനെ രക്ഷിക്കുവാൻ തുടങ്ങിയത്. നാം മുൻപ് വായിച്ചു കേട്ട വചനം ഒരിക്കൽ കൂടി ഇവിടെ പ്രസ്താവിക്കട്ടെ. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യേശു രാഷ്ട്രീയ നേതാവായി നഷ്ടപ്പെട്ട യഹൂദൻ്റെ രാജ്യം തിരിച്ച് പിടിച്ച്
കൊടുക്കുന്ന ഒരു രാജാവായി വരും എന്നാണ് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. എന്നാൽ യേശു ഭൂമിയിൽ വന്നത് കഷ്ടം സഹിക്കുന്ന ദാസനായിട്ടായിരുന്നു. ഇതാണ് യഹൂദന്മാരെ കുഴച്ചു കളഞ്ഞത്. ഇസ്രയേൽ ജനം ഇടറുവാനുണ്ടായ കാരണങ്ങൾ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് യെശയ്യാ-പ്രവചനം 8-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, യെശയ്യാ-പ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യവും, റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ാം വാക്യവും. ഇതിൽ യെശയ്യാ-പ്രവചനം 8-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ, എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രയേൽ ഗൃഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരുശലേം നിവാസികൾക്കൊരു കുടുക്കും കെണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ-പ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 33-ാം വാക്യത്തിൽ, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയിലെ 7-ാം അധ്യായം 53-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇസ്രയേൽ ജനം ന്യായപ്രമാണം അനുസരിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നാം കേട്ട വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർക്ക് യേശു കർത്താവ് ഇടർച്ചയായി തീർന്നിട്ട് ആ ഇടർച്ച മാറുവാൻ വേണ്ടി യേശുവിൽ നിന്നും അവർ അടയാളം ചോദിക്കുന്നു. എന്നാൽ യേശു അതിന് കൊടുത്ത മറുപടി ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം ചോദിക്കുന്നു എന്നാണ്. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല എന്നും യേശു പറഞ്ഞു. എന്നാൽ ദൈവഭയത്തോടെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. റോമക്കാർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്, കാരണം അവരുടെ ദൈവങ്ങൾ ആരും റോമൻ കുരിശിൽ മരിക്കുവാൻ തയ്യാറില്ലാത്തവരായിരുന്നു. തന്നെയുമല്ല, കുരിശിൽ മരിക്കുന്ന ഒരാൾ ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് ആകുമായിരുന്നില്ല. ഒരു ക്രിമിനൽ എങ്ങനെ ദൈവമാകും എന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ യേശു മനുഷ്യരുടെ പാപവും അതിക്രമവും നിമിത്തം അവരെ വീണ്ടെടുക്കുവാനാണ് അപ്രകാരം ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുവാൻ ദൈവിക ജ്ഞാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന്. യഹൂദന്മാർക്കത് ഇടർച്ചയാണ്, കാരണം അവർക്ക് വേണ്ട ശക്തനായ മശിഹായാണ്. ക്രൂശിന്മേൽ കിടക്കുന്ന യേശുവിനെ യഹൂദന്മാർ ഉദ്ദേശിക്കുന്ന കഴിവുകളില്ലായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ട കള്ളന് യേശു രാജാവായി രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്ന് മനസ്സിലായി. അതാണ് ദൈവത്തിൻ്റെ കൃപ. യേശു ശക്തനാണെന്ന് അത്ഭുതങ്ങൾ കാണാത്ത കള്ളന് മനസ്സിലായി. അത് സുവിശേഷന്മാർക്കെല്ലാം ഇടർച്ചയും പോഷത്വവുമാണെന്ന് തോന്നിയാലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. നരകം മാറ്റിക്കളയുന്നതാണ് ക്രൂശിൻ്റെ വചനം. സുവിശേഷത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, സുവിശേഷം അനുസരിക്കുക കൂടി വേണം. എങ്കിൽ മാത്രമേ സുവിശേഷം നമുക്കും ഉപകാരമായി വരികയുള്ളൂ. സുവിശേഷം അനുസരിക്കുക എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. എങ്കിലും ചെറിയ ചില ഉദാഹരണങ്ങൾ ഇവിടെ പ്രസ്താവിക്കട്ടെ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അമ്മയെയും അപ്പനെയും ഭയപ്പെടണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ, വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ, കൂട്ടുകാരനെ പേടിപ്പിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ചെകിടനെ ശപിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ, സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ, പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 31-ാം വാക്യത്തിൽ, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാം വാക്യത്തിൽ, നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഇങ്ങനെയുള്ള ദൈവിക ഉപദേശം
അനുസരിക്കുന്നതിനെയാണ് സുവിശേഷം അനുസരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് അനുസരിക്കുവാൻ സാധ്യമല്ല എന്ന് യേശുവിനറിയാം. മനുഷ്യനത് അസാധ്യം. എന്നാൽ ദൈവാത്മാവ് നമ്മിൽ വരുമ്പോൾ നാം കേട്ട സകല കാര്യങ്ങളും ദൈവാത്മാവ് നമുക്ക് ഓർപ്പിച്ച് തരികയും നാം നടക്കേണ്ട പാതയിൽ കൂടി നമ്മെ നടത്തുകയും ചെയ്യും. നാം ദൈവാത്മാവിനെ അനുസരിക്കണം എന്ന് മാത്രം. ഏദൻ തോട്ടത്തിൽ നഷ്ടമായ ദൈവമഹത്വം വീണ്ടും നമുക്ക് ലഭിക്കേണ്ടതിനായി നാം ഇതെല്ലാം അനുസരിച്ച് ഒക്കൂ. അങ്ങനെ നാം അനുസരിക്കുമ്പോൾ സുവിശേഷം നമുക്ക് ദൈവശക്തിയായി തീരുന്നു. നാം അനുസരിച്ചില്ലെങ്കിൽ നാമും ഒരു ദിവസം ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ നടത്തിപ്പിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്ത് വചനം അനുസരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. ക്രൂശിൻ്റെ വചനം ഞങ്ങൾക്ക് രക്ഷയ്ക്കായി ദൈവശക്തിയാകുവാൻ തക്കവണ്ണം സുവിശേഷം അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.